40-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നത്. തങ്ങൾക്കന്ന് വയസ്സ് ചെറുതാണ്, 25 വയസ്സ്. 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അല്പജ്ഞാനികൾ വാദിക്കുന്ന വാദം തെറ്റാണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ തുടക്കത്തിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണിനെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നവർ? അങ്ങനെ കഴിച്ചാൽ തന്നെ നാട്ടിൽ ആളുകൾ പറയും ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയും. ഒന്നുകിൽ ആ ചെറുപ്പക്കാരൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ആ പെണ്ണിനെന്തോ കാര്യമായിട്ട് എന്തോ കൂടുതലുണ്ടെന്ന് പറയും. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെ ഒരു യഥാർത്ഥ സ്നേഹബന്ധം എങ്ങനെയെന്ന് മക്കക്കാരെ പഠിപ്പിക്കണം. അത് തീർത്തും പഠിപ്പിച്ചു ആ 25 വർഷത്തെ ജീവിതത്തിൽ. സഹോദരങ്ങളെ, മക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? 4 പെൺമക്കളിലൂടെ പെൺകുട്ടികളെ സ്നേഹിക്കേണ്ടതിന്റെ അനിവാര്യത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ലോകത്തിന് പെൺകുട്ടികളെ പറ്റാതിരുന്നൊരു ലോകമല്ലേ അന്ന്. ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ എപ്പോഴാണ് അതിനെ മറവ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കുന്ന പിതാക്കന്മാർ. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അന്നത്തെ ആളുകളുടെ ചിന്ത ഏതാണ്? ജനങ്ങളിൽ നിന്ന് ആ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ച് പെൺകുട്ടിയായി പോയല്ലോ ജനിച്ചത് എന്ന നിലക്ക് എങ്ങനെ ഇതിനെ കുഴിച്ചു മൂടണം, അല്ലെങ്കിൽ അപമാനം സഹിച്ചതിനെ വളർത്തണോ എന്ന് ചിന്തിക്കുന്ന ഒരു ജനത. ആ ജനതയില് 4 പെൺമക്കളെ ശരീരത്തോട് ചേർത്ത് നിർത്തി എല്ലാ വഴികളിലും അവർക്ക് സ്നേഹം നൽകി, പരിചരണം നൽകി, വളർത്തി യഥാർത്ഥത്തിൽ എങ്ങനെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വളർത്തണമെന്ന് ആ 2 മഹാന്മാരാണ് ജീവിതത്തിൽ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത്. ഖദീജ റളിയല്ലാഹു അൻഹയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹയെ സ്വീകരിച്ച് കുറഞ്ഞ നാൾ കഴിയുമ്പോഴേക്ക് തന്നെ ഈ വിവാഹ ബന്ധത്തെപ്പറ്റി ചില ആളുകൾ, മക്കക്കാരിൽപ്പെട്ട ചില ആളുകൾ ഖദീജ ബീവിയോട് ആക്ഷേപിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എത്ര ആളുകളുണ്ട് ഇവിടെ, നല്ല സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ. നേരത്തെ നിങ്ങൾ കല്യാണം കഴിച്ച 2 ഭർത്താക്കന്മാർക്കും നല്ല സ്വത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വീകരിച്ചത് സ്വത്ത് കണ്ടിട്ടല്ല, സ്ഥാനം മോഹിച്ചിട്ടല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ പ്രഭാവം, ആ ഒരൊറ്റ ഒന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കി. വേറെ ഒന്നുമല്ല മഹദി ചിന്തിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹയോട് അവർ പറഞ്ഞു, വിമർശിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി ഒരു പുരോഗതി ഇല്ലാത്ത ആളെയാണല്ലോ നിങ്ങൾ കല്യാണം കഴിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹ അതിന് മറുപടി കൊടുത്തത് അവർക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത മറുപടിയായിപ്പോയി. മേലാൽ ആക്ഷേപിക്കാൻ കഴിയാത്ത രീതിയിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൂട്ടി ഒരു സൽക്കാരുണ്ടാക്കി മഹദി. ആ സൽക്കാരത്തിന് സാക്ഷിയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ വീട്ടിലുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത ശേഷം മഹദി പറഞ്ഞു, ആരും പോകാനായിട്ടില്ല, ഒരു ചെറിയ കർമ്മം കൂടി ഇവിടെ ചെയ്യാനുണ്ട്, നിങ്ങളൊക്കെ അതിന് സാക്ഷിയാകണം. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന റൂമിലേക്ക് ഇവരെല്ലാവരെയും അങ്ങോട്ട് വിളിച്ചുകൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ. ആ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. അതിൽ സ്വർണവും വെള്ളിയും മുത്തും രത്നവും നിറയെ വിതറിയിട്ടുണ്ട് ആ വിരിപ്പിൽ. മഹദി അവരോട് പറഞ്ഞു, ഈ കാണുന്ന സമ്പത്ത് മുഴുവനും എന്റെ ഭർത്താവിൻ്റെതാ. ഇനി മേലാൽ നിങ്ങൾ സമ്പത്തില്ലാത്ത ആള് എന്ന് ആരും ആക്ഷേപം പറയാൻ പാടില്ല. യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് സഹോദരങ്ങളെ. ആ സ്നേഹത്തെയാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. തങ്ങളെ പലരും ദാരിദ്ര്യം ബാധിച്ച ആളായി മനസ്സിലാക്കിയപ്പോൾ അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകി. ഐ അഗ്നാക ബിമാലി ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകി. ആ വിമർശനം അതോടെ പടിയിറങ്ങിപ്പോയി. പിന്നെ അവർ ജീവിതത്തിന്റെ താവഴികൾ മനസ്സിലാക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന്റെ പ്രകാശനം ജനങ്ങളിലേക്ക് പ്രഖ്യാപിച്ചു. അള്ളാഹു നൽകിയ നുബുവത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഉത്തരവിട്ടത് 40-ാമത്തെ വയസ്സിലാണ്. ആളുകളോട് പറഞ്ഞു, എന്നെ നബിയായിട്ട് അള്ളാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയെന്നല്ല, നബി എന്ന് പറയുന്നത് നേരത്തെ തന്നെ അള്ളാഹു തആല നിശ്ചയിച്ചതാണ്. ജനങ്ങളിലേക്ക് അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത് കുട്ടിക്കാലത്ത് തന്നെ തങ്ങൾ നബി തന്നെയാണ്.
പ്രഖ്യാപനം നടത്തുന്നത് 40-ാമത്തെ വയസ്സിലാണ്. എല്ലാവരിലേക്കും അത് അറിയിച്ചപ്പോ ആദ്യമായി അത് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അത് വല്ലാത്തൊരു മഹത്വമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്കല്ല, ഉമ്മമാരെ സർവ്വ ഉമ്മമാർക്കുള്ള ഏറ്റവും വലിയ മഹത്വമാണ്. മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മെമ്പർ ആയി കണക്കൂട്ടാനുള്ളത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പിന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നിരുപാധികം ഒന്നാമത്തെ ആളായി കണക്കൂട്ടുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അല്ല, ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു. വിശ്വസിക്കാൻ ഒരു സന്ദേഹവും മഹദിക്കുണ്ടായില്ല, വിശ്വസിച്ചു. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. 40-ാമത്തെ വയസ്സ് പൂർത്തിയായി കുറഞ്ഞ സമയം ആകുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാർ ഹിറായിൽ ഇബാദത്തിന് വേണ്ടി ഒറ്റക്കിരുന്ന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി തങ്ങൾ അങ്ങോട്ട് പുറപ്പെടുമായിരുന്നു. 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ഭക്ഷണം ശേഖരിച്ചാണ് തങ്ങൾ പോകാറുള്ളത്. ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങി വരും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇറങ്ങി വരും. ഗാർ ഹിറായിലേക്ക് ഇപ്പൊ പുതിയതായി പോകുന്ന ആളുകൾക്കൊന്നും സാഹസികത അറിയില്ല, റോഡ് വെട്ടിയതുകൊണ്ട്. ഇതുവരെ പോയിരുന്ന ആളുകൾക്കൊക്കെ അല്പം സാഹസികത അറിയും. പാകിസ്ഥാനികളും മറ്റും നിർമ്മിച്ച ചെറിയ പിടിവള്ളികളും മറ്റൊക്കെ ഉണ്ടെങ്കിലും, സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും, പഴയ കാലത്തെ ആ ജബലുന്നൂർ നമ്മളൊന്ന് മനസ്സിരുത്തി നോക്കണം. വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ ഒരു പാറക്കൂട്ടം ഭൂമിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് 800 അടി ഉയരത്തിൽ കയറിയിട്ട് വേണം ഗാർ ഹിറായിൽ ഹിറാ ഗുഹയിലെത്താൻ. ജബലുന്നൂറിന്റെ മുകളിലേക്ക് ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെടാതെയും മഹദി രാവിലെയും വൈകുന്നേരവും പോകുന്ന ആ യാത്ര മക്കക്കാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മക്കക്കാർക്കത് പഠിപ്പിച്ചത് എങ്ങനെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന ഒരു മാതൃകയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഉപ്പ സ്വലാത്തിന് പോയാൽ, ഏതെങ്കിലും ദിക്ർ ഹൽക്കൊക്കെ പോയാൽ ഉപ്പ വരുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും കഞ്ഞിവെള്ളമോ മറ്റോ കുടിച്ചിട്ട് ഉപ്പയെ കാത്തിരിക്കുന്ന ഉമ്മമാർ. ഇന്നതിന്റെ ചിത്രം മാറിയോ എന്ന് എനിക്കറിയില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അതൊരു സ്നേഹത്തിന്റെ ഭാഷയായിട്ട് കാത്തിരിക്കുകയാണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ, നേരം എത്ര ഇരുട്ടിയാലും. ഖദീജ റളിയല്ലാഹു അൻഹ രാവിലെ കയറുന്നത്, രാവിലത്തെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഞാൻ ഒറ്റക്കാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്, ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചത് എന്റെ ഭർത്താവിന്റെ കൂടെയാണ്, എനിക്ക് അങ്ങോട്ടൊന്ന് കയറി പോകണം. നടന്ന് കയറുകയാണ് ഈ കുന്നിന്റെ ഈ മലയുടെ മുകളിലേക്ക്. പ്രായം 55 ആയിട്ടുണ്ട്. ഇന്നൊരു 25-കാരൻ പോകുമ്പോ എത്ര കുപ്പി വെള്ളം കുടിച്ചു തീർക്കും പഴയ കാലത്തെ സ്റ്റെപ്പിലൂടെ. ഇപ്പൊ റോഡ് വെട്ടിയിട്ടുണ്ട്, ഇനി നേരെ വാഹനം പോകാനുള്ള സൗകര്യമാണ്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ കയറി പോകുമ്പോ എത്ര സാഹസികതയുണ്ട്. ഒരു കാല് തെറ്റി അടിയിലേക്ക് വീണാൽ അപകടം ഉറപ്പാണ്. അത്രയും ഉയർന്ന ആ ജബലുന്നൂറിന്റെ മുകളിലേക്ക് രാവിലെ പോകുന്നു, വൈകുന്നേരവും രണ്ടും ഭക്ഷണ സമയത്താണ്. ഒരു പാത്രം കയ്യിൽ ഭക്ഷണമായിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഭക്ഷണം വിളമ്പിക്കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച് സലാം പറഞ്ഞിറങ്ങുകയാണ്. ആ ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ നൽകിയത് ആ സ്നേഹപരമായ സഞ്ചാരത്തിലൂടെയാണ്. മഹബത്തിന്റെ പേരിൽ മഹദിക്ക് കിട്ടിയ വലിയ സമ്മാനം. രാവിലെയും വൈകുന്നേരവും ഒരു ഒട്ടകപ്പുറത്ത് പോയി അല്ലെങ്കിൽ നടന്നുപോയി അവിടെ നിന്ന് മേൽഭാഗത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹക്ക് വേറിട്ട രീതിയിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ ഭാഗ്യം? ഒന്ന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആദ്യമായി ഉളു എടുത്തത് ആരാന്ന് ചോദിച്ചാൽ പറയണം സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ മുകളിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രത്തിലെ വെള്ളം കൊണ്ട് ഉളു എടുക്കുന്നു, കൈ കഴുകുന്നു, മുഖം കഴുകുന്നു, അങ്ങനെ ഓരോന്നും തല തടവുന്നു. ബീവി ചോദിച്ചു, ഇതെന്താ ഒരു പുതിയ പരിപാടി? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഉളു ആണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പഠിപ്പിച്ചു തന്നു പോയതാണ്. അപ്പൊ എനിക്കും ആ ഉളു ഒന്ന് പഠിപ്പിച്ചു തരണം. അവ്വലു മൻ തവല്ലഅ മഅഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആദ്യമായി ഉളു എടുത്തത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നൊരിക്കൽ പോയി നോക്കുമ്പോൾ നിസ്കരിക്കുന്നത് കാണുന്നു. ഫർള് നിസ്കാരമല്ല, സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ നിയമമാക്കപ്പെട്ട നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരം.
അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് രാത്രിയിലെ നിസ്കാരം. അത് മക്കയിൽ വെച്ച് തന്നെയുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വബിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ തർത്തീലായി ഓതി രാത്രിയുടെ പകുതി ഭാഗമോ മുക്കാൽ ഭാഗമോ കാൽ ഭാഗമോ ഒക്കെ തങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ തഹജ്ജുദ് നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങൾ നേരത്തെ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ നിസ്കരിക്കണം. എന്താ നബിയെ ഇത് കർമ്മം, ഇത് നിസ്കാരമാണ്, എനിക്കും നിസ്കാരം എന്ന് പഠിപ്പിച്ചു തരണം. സുന്നത്ത് നിസ്കാരം ആദ്യമായി തങ്ങളോടൊപ്പം നിർവഹിക്കാൻ ഭാഗ്യം കിട്ടിയതും സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം പാത്രവുമായിട്ട് മഹദി ഇങ്ങനെ വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മുകളിൽ വന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഖദീജ അത്തതുക ബിത്തുആം. ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട് നബിയെ. ഫൈദാ ജാഅത്ക, തങ്ങളെ സവിധത്തിലെത്തിയാൽ ഫഖ്റഅഹാ മിൻ റബ്ബിഹസ്സലാം, റബ്ബിൽ നിന്ന് ഒരു സലാം ഖദീജ ബീവിക്ക് തങ്ങൾ കൊടുക്കണം. അല്ലാഹു ഖദീജ ബീവിക്ക് ഒരു സലാം തന്നയച്ചിട്ടുണ്ട്, ആ സലാം ഓതി കൊടുക്കണം. സ്നേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണത്. മഹബ്ബത്തിന് കിട്ടിയ, ഈമാനിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അല്ലാഹുവിന്റെ സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ നോക്ക് നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം കിട്ടിയിട്ടുണ്ട്. ഇത് അല്ലാഹു തആല കൊടുത്തയച്ച സലാമാണ്. ഈ സലാമിന് വേറിട്ട കാഴ്ചപ്പാടും വേറിട്ട മഹത്വമുണ്ട്. ഇത്രയും കാല ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ നേടിയെടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരുപക്ഷെ ആദം നബി അലൈഹിസ്സലാമിന്റെ പെൺമക്കളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സമ്മാനമാണത്, അല്ലാഹുവിൽ നിന്ന് കിട്ടിയ സലാം. മുകളിലെത്തിയപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, അല്ലാഹുവിൽ നിന്നൊരു സലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ സന്തോഷിച്ചുകൊണ്ട് സലാം മടക്കി. അല്ലാഹു തആല സലാമാണ്, അല്ലാഹുക്കൊരു സലാം മടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നല്ലാഹ ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം. എനിക്കത് മതി, ധാരാളം. ഇന്നല്ലാഹ ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം. അല്ലാഹു തആല തന്നെ സലാമാണ്, തങ്ങൾക്കും സലാം കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൂടി പറഞ്ഞു, വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന ലാ നസബ ഫീഹി വലാ വസബ. ഇത്രയും കാലം തങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് ഈ ജീവിതത്തിനടക്ക് ഇപ്പൊ ഒരു 15 വർഷമല്ലേ ആയിട്ടുള്ളൂ കുടുംബജീവിതം. ഈ 15 വർഷത്തിനടക്ക് സഹിച്ച എല്ലാ ത്യാഗങ്ങൾക്കും സന്തോഷങ്ങൾക്കും സ്വർഗത്തിൽ ഒരു വീട് ഖദീജ ബീവിക്ക് അല്ലാഹു തആല സന്തോഷം അറിയിച്ചിട്ടുണ്ട് നബിയെ. അതും തങ്ങളൊന്ന് അറിയിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ 55-ാമത്തെ വയസ്സിൽ ഏറ്റുവാങ്ങുന്ന ഈ സന്തോഷം സഹോദരങ്ങളെ നമുക്ക് മാതൃകയാണ്. ജീവിതത്തിൽ അതുല്യമായ മഹബ്ബത്ത്, സ്നേഹം, അല്ലാഹുവിൽ നിന്ന് അതിന് വലിയ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ജീവിതത്തിൽ ആ സ്നേഹത്തോടു കൂടെയാണ് ജീവിക്കേണ്ടത് എല്ലാ ഘട്ടങ്ങളിലും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷത്തിന്റെ, ആ സ്നേഹത്തിന്റെ മാർഗമായിട്ട് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കാത്ത ഒരു ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. എപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആ ഓർമ്മകൾ കൂടി വരുമ്പോൾ തങ്ങൾ വിതുമ്പി പോകും. ബദർ യുദ്ധാനന്തരം റമദാനിൽ നടന്ന ഒരു സമരമാണല്ലോ ബദർ. ബദർ യുദ്ധാനന്തരം ശത്രുക്കളെ തടവിലാക്കിയവരെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം വേണമെന്ന് മക്കയിലുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭ്യർത്ഥിച്ചപ്പോ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനുണ്ട് തടവുകാരിൽ, അബുല്ലാസ് ബിൻ റബീ. അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അബുല്ലാസ്. ബദറിലേക്ക് പോകുമ്പോ മുശ്രിക്കുകൾ പറഞ്ഞു, അബൂജഹലും കൂട്ടരും, അബുല്ലാസെ, അമ്മോശം കാക്കാനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പോരുന്നു. അതിൽ കുറച്ച് ആത്മാർത്ഥത ഉണ്ടാകാൻ, കുറച്ച് ഊക്ക് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആ സൈനബ ബീവി അങ്ങ് തൊലാക്കല്ലണമെന്ന്. അബുല്ലാസ് ബിൻ റബീ പറഞ്ഞു, വേറെ എന്തും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, അത് കേൾക്കൂല. വേറെ എന്തും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. എന്താ അത് കേൾക്കാത്തത്? ഈ ഹിജാസിൽ ആ രൂപത്തിൽ സ്നേഹം തരുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് വേറെ കിട്ടില്ല. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ സ്നേഹം പഠിച്ചത്? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖദീജ ബീവിയിൽ നിന്നും പഠിച്ച സ്നേഹമാണ്. മക്കൾ സ്നേഹം പഠിക്കേണ്ടത് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ്.
പാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും സ്നേഹം പകർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റു പലരും ആയിരിക്കും സ്നേഹം പഠിപ്പിക്കുന്നത്. അവരെ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മളെ കൂട്ടത്തിലായിരിക്കൂല ജീവിതം ഉണ്ടാകുക. യഥാർത്ഥ സ്നേഹം മക്കൾ പഠിക്കേണ്ടത് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ്. അവരുടെ ആ സംഭാഷണം, അവരുടെ സമ്പർക്കം, അവരുടെ സൗഹൃദം, സ്നേഹ സമീപനം, അവരുടെ പരസ്പര സഹകരണം, ഇബാദത്തിലുള്ള താല്പര്യം, ജീവിതത്തിലുള്ള കൃത്യത, ജീവിതത്തിന്റെ തർത്തീബ് എല്ലാം പഠിക്കാനുള്ളതാണ്. ആ രൂപത്തിലാകണം ജീവിതം. അപ്പോഴേ ഈ പറയുന്ന വാക്കുകളിലൊക്കെ നമുക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാവുക. എല്ലാ സംഗതികളിലും എപ്പോഴും തന്റെ ഇണയെ പുച്ഛിക്കുന്ന ഒരു ഉപ്പയാണെങ്കിൽ ഉപ്പയോട് മക്കൾക്ക് എപ്പോഴും സ്നേഹമല്ല ഉണ്ടാകുക, മരവിപ്പാണ് ഉണ്ടാകുക. തന്റെ സ്നേഹിതനായ പ്രിയതമനെ എപ്പോഴും അവമതിക്കുന്ന ഒരാളാണ് ഇണയെങ്കിൽ ആ ഉമ്മയോട് എപ്പോഴും പുച്ഛ മനോഭാവമായിരിക്കും മക്കൾക്ക് ഉണ്ടാകുക. രണ്ടുപേരിൽ നിന്നും വേറിട്ടൊരവസ്ഥയാണ് മക്കൾ പിന്നെ സ്വീകരിക്കുക. വീടകങ്ങളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല, പുറത്തുനിന്ന് എവിടെന്നെങ്കിലും സ്നേഹമോ അല്ലെങ്കിൽ പ്രേമമോ പ്രണയമോ കിട്ടുന്നോ നോക്കട്ടെ എന്ന് പറഞ്ഞ മക്കൾ ആ വഴിക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സൈനബ് ബീവിയെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൂടെ ഞാൻ വരാനില്ല, അത് നിങ്ങൾ എന്നോട് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ എല്ലാ മക്കളെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. മുശ്രിക്കുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നുള്ള നിയമം വരുന്നതിന്റെ മുമ്പാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നിയമവും കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. മിശ്രിത വിവാഹം ഏറി വരികയാണ്. മുസ്ലിം സഹോദരിമാർ അതിന് മുറവിളി കൂട്ടിയിട്ട് നിയമങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മക്കളൊക്കെ നല്ലോണം പഠിപ്പിക്കണം. ഇത് മദ്രസ അല്ലേ? നല്ലോണം പഠിപ്പിക്കണം. ഇവിടെ എത്ര ക്ലാസ് ഉണ്ട്? +2 വരെ ഉണ്ട്. പക്ഷെ ഏന്ന് അങ്ങോട്ട് കുട്ടികൾ കുറവായിരിക്കും. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. എല്ലാവരോടും ഞാൻ പറയട്ടെ, ഇപ്പൊ മദ്രസ തുറക്കാൻ പോവുകയാണ്. 7 കുട്ടികളെ ചോദിച്ചു നോക്കി ഉസ്താമാരോട് 45, 55 ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 10, 15, 5, 2, 3 പെറുക്കാനേ ഉള്ളൂ. നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു ബോധം എത്തുന്ന സമയത്ത് നമ്മൾ അത് നിർത്തി, അത് കരിച്ചു, ഇനി മതി, മരവിപ്പിച്ചു. പിന്നെ ഈ കുട്ടികൾ എവിടുന്ന് പഠിക്കും? ബാക്കിയൊക്കെ ആൺകുട്ടികൾ കച്ചവടം, ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം. അതിന് 9, 10 പഠിക്കണം. ഇനി അങ്ങനെ പറഞ്ഞയക്കുന്നവർ തന്നെ പറഞ്ഞയച്ചാൽ അങ്ങനെ പറഞ്ഞയക്കും. 5 വരും, 25 പോകും. 20 മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ തുറന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടായാലും വേണ്ടി ഇഷ്ടായാലും വേണ്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പൊതുവെ നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആ 1 മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയപ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദ്വാരക്കാൻ എഴുത്തുന്നിട്ടൊന്നും കാര്യം ഉണ്ടല്ലോ. കുട്ടിന്റെ വൈക്ക് പോകും. അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവൂല. നല്ലോണം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീന് പഠിപ്പിച്ച് കിട്ടില്ല. നിങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത്, എല്ലാം ഉണ്ട്. പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുഅല്ലിമിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ? ഖലീഫന്റെ മക്കളാണെന്ന് കരുതിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത്, കർശനായി പഠിപ്പിക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുത്ത്, ഖലീഫന്റെ കുട്ടികളല്ലേ, അങ്ങനൊക്കെ മതി, അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളൊരു മുഅല്ലിം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം. അതിൽ വിട്ടുവീഴ്ച ഒന്നും ചെയ്യരുത്. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളെ വിളിച്ച് ഖുർആൻ ഓതിപ്പിച്ചിട്ട് ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഖലീഫയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമുക്ക് മാതൃകയാണത്. നേരെല്ലാവർക്കുമല്ലേ, സമയമല്ല. കുട്ടികളെ നോക്കാനും പരിപാലിക്കാനും ഓദിക്കാനും ഓത്ത് ശരിയാകും ഉസ്താമാരോട് ചോദിക്കാനും ഒന്നിനും നേരല്ല. അതങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ വലുതായിക്കോളാണ് പോയിക്കോളും. ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, 7 മുതൽ അങ്ങോട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ. പല ആളുകൾക്കും 6 വരെ എന്താ സംഗതി തന്നെ തിരിയാത്തതാണ്. കുറെ അവർ പിന്നെ കുറെ ഞങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഖുർആനൊക്കെ പഠിക്കും, തജ്വീദൊക്കെ പഠിക്കും, കുറെ അഖ്ലാഖ് സ്വഭാവമൊക്കെ പഠിക്കുമെങ്കിലും നല്ലൊരു ബോധത്തേറ്റ് തിരിയുന്ന ആ ഘട്ടം എത്തുമ്പോഴേക്ക് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളയരുത്. തീർത്തും ഉള്ള സമയം 1 മണിക്കൂർ, അതല്ലേ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കുള്ളൂ. അതന്നെ ഉണ്ടോന്ന് സംശയമാണ്. ഉസ്താദുമാർക്ക് വലിയ പ്രയാസമാണ് ക്ലാസ് എടുക്കാൻ. പിന്നെ ഒരു സുഖമുണ്ട്. എന്താ സുഖം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തിനും അനങ്ങിയാൽ രക്ഷിതാക്കൾ പരാതി ആയതുകൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് വന്നോട്ടെ, ഇഷ്ടമുള്ള സമയത്ത് പോയിക്കോട്ടെ. വന്നെങ്കിൽ ഒരു മാർക്കുണ്ട്, ഹാജർ അവിടെ ഇട്ടേക്കാം. വന്നിട്ടില്ലെങ്കിൽ അതിടണ്ട, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല കേട്ടോ. വരിശെങ്കിൽ ഇങ്ങനെ 100, 150, 200 കൊടുത്തോളൊന്നും കാര്യമില്ല. മട്ടത്തിന് കുട്ടികളെ പഠിപ്പിക്കണം, ശരിക്ക് പറഞ്ഞയച്ച് പഠിപ്പിക്കണം. അല്ലെ കുട്ടികളെ അവസ്ഥയിൽ പറന്നു പോകും. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അബുല്ലാസ് ഈ പറഞ്ഞ അഭിപ്രായം എങ്ങനെ കിട്ടി? സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച സ്നേഹം, അതാണ് അതിന്റെ കാര്യം. അബുല്ലാസ് അത് അനുഭവിച്ചു. അബൂലഹബിന്റെ 2 മക്കളായിരുന്നു നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളെ വിവാഹം ചെയ്തിരുന്നത്. ഉമ്മു കുൽസൂം ബീവി,
റുഖിയ ബീവിയെ, ഉത്ബയും മുത്തൈബയും. തബ്ബത് യദാ അബീ ലഹബ് എന്ന ആയത്തിറങ്ങിയപ്പോൾ അബൂലഹബ് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ആ 2 കുട്ടികളെ ത്വലാഖ് ചൊല്ലിയിട്ട് വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളേറ്റ് ഞാൻ കണക്ഷൻ ഇല്ല. പിന്നീട് ഉത്ബയും മുത്തൈബയും പറഞ്ഞിരുന്നു, ബാപ്പ അന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് ത്വലാഖ് മക്കളല്ല അത്. എന്താ, ഒരിക്കലും ത്വലാഖ് ചെല്ലാൻ നമ്മളെ മനസ്സാഗ്രഹിക്കുന്ന മക്കളല്ല. അത്തരത്തിൽ സ്നേഹം തരുന്ന, കുടുംബജീവൻ തരുന്ന കുട്ടികളെ ഈ ലോകത്ത് കിട്ടൂല. അബുല്ലാസ് തടവുകാരനായി പിടിക്കപ്പെട്ടു. മോചനദ്രവ്യം കൊടുത്തേക്കണം എന്ന് പറഞ്ഞപ്പോ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് മന്ത്രിച്ചു, എന്റെ ഭർത്താവാണല്ലോ പടച്ചോനെ തടവിലുള്ളത്, മോചനദ്രവ്യം കൊടുക്കാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ആകെ ഒരു മാലയുണ്ട്. ആരെ മാല? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ മാല. ജീവിതത്തിൽ അവസാനം ഉണ്ടായിരുന്ന ഒരു ആഭരണാണ്. ഇതെന്റെ മോൾക്ക് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എപ്പോ? വീട് വിട്ട് ഇണയായിട്ട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അബുല്ലാസിന്റെ കൂടെ പോകുമ്പോ ആ സൈനബ് ബീവിക്ക് ധരിക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തൊരു മാലയുണ്ട്. അവസാനത്തെ ആഭരണാണ്. എന്റെ ശേഷം പിന്നെ ഖദീജ ബീവി ആഭരണം ധരിച്ചിട്ടില്ല. ആ ആഭരണം അയച്ചുകൊണ്ട് ഖദീജ ഉമ്മയുടെ ആഭരണം അയച്ചൊരു പൊതിയിലാക്കിയിട്ട് ഒരാളെ കയ്യിൽ കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ കൊടുക്കാൻ, ഭർത്താവിനുള്ള മോചനദ്രവ്യമായിട്ട്. ഇത് സ്നേഹത്തിന്റെ ആവർത്തനമാണ്. സ്വന്തം ഭർത്താവിനോട് വെച്ച് സ്നേഹത്തോടെ മക്കൾക്ക് കൈമാറിയ, മകൾക്ക് കൈമാറിയ ആഭരണം ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി മകൾ കൊടുത്തേക്കാണ്. വേറെ വളയില്ല, പാദസരമില്ല, ഒന്നുമില്ല. ഒരു മോതിരം പോലും വേറെ കയ്യിലില്ല. ഒരൊറ്റ ആഭരണേ ഉള്ളൂ, ഒരു മാല മാത്രം. കൊടുത്തയക്കോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും? സൈനബ് ബീവിയുടെ ഒരു ഹുബ്ബ് നോക്ക് നിങ്ങൾ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അത് പൊതിഞ്ഞു കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു. അബുല്ലാസിനുള്ള മോചനദ്രവ്യാണെന്ന് പറഞ്ഞു. തങ്ങളത് നിവർത്തി നോക്കിയപ്പോ ഈ മാല കണ്ടപ്പോഴേക്ക് തങ്ങൾ വിതുമ്പി കരഞ്ഞുപോയി. തങ്ങളിങ്ങനെ കരയുന്ന രംഗം കണ്ടപ്പോൾ സ്വഹാബത്ത് എന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എന്ത് പറ്റി, എന്താ സംഭവിച്ചത്? ഈ മാല കണ്ടില്ലേ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. ഈ മാല കണ്ടപ്പോ എന്റെ ഖദീജയെ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ള 25 വർഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ വർഷമാണ്. ഞാനത് ഓർത്തെടുത്തു പോയി. ഈ മാല വേണോ ഖദീജയെ, ഈ അബുല്ലാസിനെ മോചിപ്പിക്കാൻ ഈ മാല വേണോ എന്ന് തങ്ങൾ നിവർത്തി ചോദിച്ചു. തടവിലാക്കിയ സ്വഹാബത്ത് പറഞ്ഞു, അബുല്ലാസിനെ മോചിപ്പിക്കാൻ ഒന്നും വേണ്ട, സൗജന്യമായിട്ട് മോചിപ്പിച്ചു തരാം, ഒന്നും വേണ്ട നബിയെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല കണ്ടപ്പോഴേക്ക് തങ്ങളെ മനസ്സ് വിതുമ്പിയെങ്കിൽ ആ മാല വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും തോന്നില്ല. വേണ്ട, ഞങ്ങൾക്ക് ആ മാല സൗജന്യമായിട്ട് മോചിപ്പിച്ചു തരാം. അബുല്ലാസ് മക്കയിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, അബുല്ലാസെ, എന്റെ മകള് നിങ്ങളെ കൂടെ താമസിക്കുന്നത്, ഇത്രയും കാലം അതിന് കുഴപ്പമില്ലായിരുന്നു. എന്റെ മകളെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയക്കണം. മദീനത്തിന്റെ അതിർത്തിയിൽ മക്കയിലേക്ക് വരുന്ന ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹയും കൂട്ടരെയും ഞാൻ നിർത്താം, എന്റെ മകൾ ഇങ്ങോട്ട് പറഞ്ഞേക്കണം. അബുല്ലാസ് മോചനം കിട്ടിയ സന്തോഷമാണെങ്കിലും സൈനബ് ബീവിയെ വേർപിരിയണമെന്ന് ആലോചിച്ചപ്പോ അബുല്ലാസ് കരഞ്ഞുപോയി. സൈനബ് ബീവി പിരിയാനോ? വീട്ടിലെത്തിയ അബുല്ലാസിന്റെ മുഖത്ത് കണ്ട ഒരു മൂകത കണ്ടപ്പോ ഭാര്യ ചോദിച്ചു, സൈനബ് ബീവി, എന്താ നിങ്ങൾക്ക് വിഷമം? മോചനം കിട്ടി സന്തോഷത്തോടല്ലേ നിങ്ങൾ പോന്നത്? എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പൊ തുറന്നു പറഞ്ഞു, സൈനബേ, നിങ്ങളോട് ഉപ്പ മദീനത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ പറയണമെന്ന് അറിയാതെ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കായിരുന്നു. നിങ്ങളെ സഹോദരിയായ ഫാത്തിമ ബീവി എവിടെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപ്പയുണ്ട്, അങ്ങോട്ട് പോകാം നിങ്ങൾക്ക്. വേർപിരിയാൻ രണ്ടുപേർക്കും ഒരു നിലക്കും ഒരുക്കമല്ലാത്ത ഒരു സന്തോഷം. പക്ഷെ ഉപ്പയുടെ ആജ്ഞ അനുസരിച്ച് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ വാഹനത്തിൽ കയറ്റി അബുല്ലാസ് സ്വന്തം സഹോദരൻ കിനാനയോട് പറഞ്ഞു, വേറൊരു വാഹനത്തിൽ നിങ്ങൾ കയറിയിട്ട് ഈ വാഹനത്തിന് പ്രൊട്ടക്ഷനായിട്ട് മദീനത്തിന്റെ അതിർത്തിയിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോഴേക്ക് മക്കയിലുള്ള മുശ്രിക്കുകൾ മണത്തറിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നുണ്ട്, അത് പോകാൻ അയക്കാൻ പാടില്ല. ബദർ കഴിഞ്ഞ ഉടനല്ലേ, ചൂട് മാറിയിട്ടില്ല. ആ വാഹനത്തെ അവർ തടഞ്ഞു. മുശ്രിക്കുകൾ വാഹനത്തെ തടഞ്ഞു. സൈനബ് ബീവിയെ വാഹനത്തിന്റെ മുകളിൽ നിന്ന് പിടിച്ച് കുലുക്കി തള്ളിയിട്ടു. ഗർഭിണിയായ മഹദിയുടെ ഗർഭം അലസിപ്പോയി. ഇതറിഞ്ഞ ഉടനെ തന്നെ അബുല്ലാസ് ഓടി വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിങ്ങളെ പക്ഷത്തല്ല, ഞാൻ നിങ്ങളെ കൂടെയല്ല, ഞാൻ എൻ്റെ ഇണയുടെ കൂടെയാണ്.
എന്റെ ഇണയാകുന്ന സൈനബിനെ പോകാൻ അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മുഴുവനും അമ്പെയ്ത് കൊണ്ട് തോൽപ്പിക്കും ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നല്ല അമ്പെയ്ത്തുകാരനാണ്. എന്റെ ഭാര്യയെ പറഞ്ഞുവിടാൻ സമ്മതിക്കണം. അപ്പോഴേക്ക് അബൂ സുഫിയാനും കൂട്ടരും വന്ന് വിഷയം രമ്യമായി പരിഹരിച്ചു. അബുല്ലാസിനെ ഒന്നും ചെയ്യരുത്, സൈനബിയെ ഒന്നും ചെയ്യരുത്, വിട്ടയക്കണം. അവസാനം അവർ സമ്മതിച്ചു. സൈനബിയെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അബുല്ലാസ് മക്കയിൽ നിന്ന് നേരെ മദീനയിലെത്തി. ഒറ്റക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ശരിയായ നിലക്കുള്ള മഹബത്ത് ലോകത്ത് പഠിപ്പിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അത് മുസ്ലിം സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ജീവിതത്തിൽ വലിയ പാഠമാകണം, മാതൃകയാകണം. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നയിച്ച സ്നേഹം, അവർ കാണിച്ചു തന്ന സ്നേഹം, അത് ഉള്ള സമയത്ത് മാത്രമല്ല, ഇല്ലാത്ത സമയത്തും, പ്രാരാബ്ധത്തിന്റെ സമയത്തും, പട്ടിണിയുടെ സമയത്തും, പ്രശ്നകലുഷിതമായ രംഗങ്ങളിലും സ്നേഹത്തിന്റെ വകുപ്പിനൊരു ഇഞ്ച് കുറവില്ലാതെ പിന്താങ്ങിയ സ്നേഹം, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അബുല്ലാസ് മദീനയിലേക്ക് വന്നപ്പോ 2 ദിവസം കഴിഞ്ഞ് ളുഹർ നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ സൈനബ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് അബുല്ലാസ് എന്നെ തേടി വന്നിട്ടുണ്ട്, ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് നബിയെ. അപ്പൊ പള്ളിയിലിരിക്കുന്ന മുഴുവൻ സ്വഹാബത്തിനോടും പറഞ്ഞു, എന്റെ മകള് പറഞ്ഞ വർത്തമാനം കേട്ടോ, എന്റെ മകളെ തേടിക്കൊണ്ട് ഭർത്താവ് അബുല്ലാസ് മോചനം കിട്ടിപ്പോയ ആള് തിരിച്ചു വന്നിട്ടുണ്ട് മദീനത്തേക്ക്. എന്റെ മകൾ അഭയം കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, ശത്രു ആണെങ്കിലും ശരി, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാള് അഭയം കൊടുത്താൽ വേറെ ആരും അയാളെ കൈവെക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. എല്ലാവർക്കും ആ അഭയം ബാധകമാണ്, എല്ലാവർക്കും ആ നിയമം ബാധകമാണ്. അബുല്ലാസിന് അഭയം കൊടുത്തിട്ടുണ്ട്. അബുല്ലാസിനെ കണ്ട് നിങ്ങളൊന്നും പറയരുത്, ഒന്നും ചെയ്യരുത്. മകളോട് പറഞ്ഞു, മോളെ, അബുല്ലാസിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനൊക്കെ താല്പര്യം ഉണ്ടാകും, പക്ഷേ അല്ലാഹു തആല സെപ്പറേഷന്റെ നിയമം ഇറക്കിയിട്ടുണ്ട്. വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു. മുശ്രിക്കുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്, അവർ ഈമാൻ സ്വീകരിക്കുന്നത് വരെ. മുശ്രിക്കത്തുകളായ പെൺകുട്ടികളെ വേളി കഴിക്കരുത്, ഹത്താ യുഅ്മിന്ന, അവർ ഈമാൻ സ്വീകരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അബുല്ലാസ് ഒപ്പം താമസിച്ച് ഒപ്പം കിടക്കരുത്, വേറെ ഒരു സ്ഥലത്ത് റൂമിൽ പാർപ്പിക്കണം. ഒപ്പം കിടക്കാൻ പാടില്ല, ഒരുമിച്ച് കൂടാൻ പാടില്ല. ഭർത്താവൊക്കെ തന്നെയാണ് ഇപ്പൊ തത്വത്തിലുള്ളത്, പക്ഷേ ഈമാൻ സ്വീകരിച്ചെങ്കിലേ നിലനിന്നു പോകാൻ കഴിയുള്ളൂ. തിരിച്ച് സൈനബ ബീവി അങ്ങോട്ട് ചെന്നപ്പോ അബുല്ലാസ് ചോദിച്ചു, ഉപ്പ എന്താ പറഞ്ഞു? ഉപ്പ എങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അബുല്ലാസ് പറഞ്ഞു, ഞാനത് ഒരുങ്ങി തീരുമാനിച്ച് വന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ ജീവിതം എനിക്ക് വേർപിരിയാൻ കഴിയില്ല, അതിന് നേരത്തെ തന്നെ ഞാൻ ഈമാൻ സ്വീകരിക്കാൻ കരുതിയിട്ടുണ്ട്. നിങ്ങൾ മാല കൊടുത്തയച്ച ഉടനെ തന്നെ നിങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. ഒരു വള പോലും കയ്യിലില്ലാത്ത, ഒരാഭരണം പോലും കയ്യിലില്ലാത്ത ഒരു സഹോദരി ജീവിതത്തിൽ ആകെ കിട്ടിയ ഒരു മാല എന്റെ മഹബത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി കൊടുത്തയച്ചെങ്കിൽ എനിക്ക് ആ പെണ്ണിലുള്ള വിശ്വാസം ഏതാണോ ആ വിശ്വാസമാണ് എനിക്ക് ഖൈർ. അവരേതാണോ സ്വീകരിക്കുന്ന ദീന് അതാണ് എനിക്ക് ഖൈറായ ദീന്. അബുല്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ആ ജീവിതം അങ്ങനെ തുടർന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എത്ര വലിയ കുലീന വനിതയാണ്, എത്ര വലിയ സന്തോഷത്തിൽ ജീവിച്ചതാണ്. ഷൈബ് അബീ ത്വാലിബിൽ 2-3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചില ഭക്ഷിച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭക്ഷണവും പച്ചിലയായിരുന്നു, പുല്ല് പറിച്ച് ഭക്ഷിക്കായിരുന്നു. കുടുംബം വന്ന് വീട്ടിലേക്ക് വിളിച്ചു, ഖദീജ റളിയല്ലാഹു അൻഹ പോയില്ല. എന്റെ ഭർത്താവിന്റെ ഭക്ഷണം അതാണ് എനിക്കുള്ള ഭക്ഷണം. എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനം നൽകിയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഞാനത് വിശദീകരിച്ചാൽ തീർക്കാൻ പറ്റുന്ന ഒരു ചരിത്രമല്ല, ബറക്കത്തിന് വേണ്ടി അല്പം പറഞ്ഞതാണ്. ധാരാളം പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല. മഹബത്ത് 2 ഭാഗത്തും അങ്ങനെ തന്നെയല്ലേ. ഖദീജ റളിയല്ലാഹു അൻഹ ഒന്ന് സങ്കടപ്പെടുന്നത് തങ്ങൾക്ക് കാണാൻ കഴിയൂല, അത്രയും വലിയ മഹബത്താണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒറ്റ സമയത്ത് മാത്രമേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എനിക്കത് പറയേണ്ടി വന്നിട്ടില്ല. ഇടക്കിടക്ക് എന്റെ വീട്ടിൽ വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വം അങ്ങനെ പറയും. ആഴ്ചയിൽ 9 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ആയിഷ ബീവിന്റെ വീട്ടിൽ വരുമല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് 9 ദിവസത്തിൽ 2 ദിവസമായി മാറി.
സൗദാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ദിവസം കൂടി ആയിഷ ബീവിക്ക് വേണ്ടി സംഭാവന കൊടുത്തു. അങ്ങനെ നാട്ടിലൊരു പെണ്ണിനും കിട്ടൂലട്ടോ. അതൊക്കെ അവരെ മാത്രം വേറിട്ട് പറയേണ്ടതാണ്. 95 ആയാലും നമ്മളെ ദിവസം നമുക്ക് തന്നെ വേണമെന്ന് പറയും. അതൊക്കെ ഇപ്പോഴത്തെ ഹാലാണ്. അന്നത്തെ ആ ഒരു ഈമാനിയായ സ്വഭാവമാണ്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവിക്ക് വേണ്ടി എന്റെ രാത്രി ഞാൻ വിട്ടു തന്നു, പകല് മാത്രം ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് അല്പം വിശ്രമിച്ച് ഭക്ഷണം കഴിച്ചു പോയാൽ മതി. ഒരു പെണ്ണ് പറയും അങ്ങനെ. അത്രയും വലിയ ധർമ്മം. അപ്പൊ പിന്നെ 9 ദിവസത്തിൽ 2 ദിവസമായി. ഈ ദിവസം വരുമ്പോഴൊക്കെ ഖദീജ ബീവിയുടെ മദഹ് അങ്ങനെ പറയും. ആയിഷ ബീവി ചെറുപ്പക്കാരിയല്ലേ, ചെറിയ പ്രായമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുമ്പോ 9 വയസ്സാണ് ജീവിതം ആരംഭിക്കുമ്പോ, വഫാത്താകുമ്പോ 18 വയസ്സാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ മഹത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഒരിക്കൽ കുറെയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഹൽ കാനത്ത് ഇല്ല അജൂസൻ, ഒരു പ്രായമുള്ള പെണ്ണല്ലേ നബിയെ ഖദീജ ബീവി? ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോ തന്നെ 40 വയസ്സില്ലേ, പിന്നെ വഫാത്താകുമ്പോ 65 വയസ്സായില്ലേ, പ്രായമുള്ള പെണ്ണല്ലേ? ചെറുപ്പക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വാഭാവികല്ലേ അങ്ങനത്തെ ഒരു വാക്ക് പറയല്. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റുന്ന നല്ലൊരു പെണ്ണിനെ അള്ളാഹു എനിക്ക് വേറെ തന്നിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ 9 പേരും ആ ഖദീജ ബീവിക്ക് പകരമാകില്ല. ലോകത്തൊരു പെണ്ണും ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയതില്ല. എന്നിട്ട് തങ്ങൾ വിശദീകരിച്ചു, ആമനത്ത് ബി ഇത് കഫറനിന്നാസ്, ഒരു സമൂഹം മൊത്തം എന്നെ നിഷേധിക്കുമ്പോ എന്നെ വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. വസദ്ദഖത്നി ഇത് കദബനിന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോ എന്നെ വാസ്തവമാക്കിയത് ഖദീജ ബീവിയാണ്. മാത്രമല്ല വഅത്വാനി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്, ജനങ്ങൾ സാമ്പത്തിക ഉപരോധം നടത്തിയപ്പോ സമ്പത്ത് മുഴുവനും എനിക്ക് ചൊരിഞ്ഞു തന്ന് എന്നെ സ്നേഹിച്ചത് എന്റെ ഖദീജയാണ്. അതുപോലെ എന്നെ സ്നേഹിച്ച ഒരു പെണ്ണും വേറെയില്ല. മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. അങ്ങനെ ഒരു മറുപടി തങ്ങൾ പറഞ്ഞ ശേഷം പിന്നെ ഞാൻ എതിർക്കാറില്ല. ആ മഹബത്തിന്റെ പേരിലാണ് ചിലപ്പോഴൊക്കെ ആടിനെ അറുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾ മദീനത്തുണ്ട്, മക്കയിൽ നിന്ന് വന്ന കുറെ ആളുകൾ, അവരിലേക്കൊക്കെ കൊടുത്തയക്കും. സഹോദരങ്ങളെ, മരണപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് അവരെ പേരിൽ ഹദിയ ചെയ്യണമെന്ന് ലോകത്ത് പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആട്ടിറച്ചി നമ്മളിവിടെ എന്താ കൊടുക്കണം? പോത്തിറച്ചി. ആടാ അല്ലാഹ് കബൂലാക്കട്ടെ. പാരമ്പര്യം ഒന്നും വിട്ടില്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മളെ സദസ്സ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ ചോദിച്ചു, തങ്ങൾ ബാപ്പ വിളിച്ചപ്പോൾ അസറിന് ശേഷം ഖദീജ ബീവിയെ പറ്റി എന്ത് പറയാനാണ്? സമയമായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേന് എൻ്റെ വീട്ടിലെത്തുമ്പോൾ നോമ്പറക്കാനായി. നോമ്പറക്കാൻ അങ്ങോട്ട് എത്തണമെന്ന് ഉമ്മ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ താമസിക്കാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, എനിക്ക് അങ്ങോട്ട് പോകണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മൾ പഠിക്കണം. പുസ്തകങ്ങളുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം എഴുതിയത്. അത് നമ്മൾ വായിച്ച് മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്തൊക്കെ ഉമ്മാർ കഥ പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ ഉമ്മാരില്ലേ പരിപാടിയിൽ? ഇല്ലേ? അല്ലാഹ് അതിൻ്റെ ഒരു കുറവും കൂടി നടത്തല്ലോ. ഇൻഷാ അല്ലാഹ് ഉമ്മാരും കൂട്ടണം, കുറച്ച് വിപുലാക്കി നടത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവർക്കും ആഗ്രഹം ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക്, അല്ലേ? പിന്നെ ഓൺലൈനിൽ കേൾക്കുന്നു. ഓൺലൈനില്ല, ഉള്ളത് കേൾക്കും. ഉമ്മമാർക്കൊക്കെ വലിയ സന്തോഷമുള്ളതാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. നമ്മുടെ ഈ ഉമ്മത്തിൽ നിന്ന് കമാലിയത്ത് നേടിയ ആദ്യത്തെ മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. പുരുഷന്മാരിൽ നിന്ന് കുറെ ആൾക്കാർ ഈമാനിലും അമലിലും പരിപൂർണരുണ്ട്, കുറെ ആൾക്കാരുണ്ട്. സ്ത്രീകളിൽ ആകെ 4-5 ആൾക്കാർ പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞോളൂ. അതിൽ ഈ ഉമ്മത്തിൽ പ്രഥമ വനിതയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഈമാനിലും അമലിലും ഖദീജ ബീവി വലിയ പ്രാധാന്യം നേടി. ഖദീജ റളിയല്ലാഹു അൻഹ നോക്ക് നിങ്ങൾ, വഫാത്തായ സമയത്ത് മയ്യിത്ത് നിസ്കാരം പോലും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ഖദീജ ബീവിക്ക് വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുരുതുരാ ദ്വാരന്നിട്ടും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയോടുള്ള സ്നേഹം ഖദീജ ബീവിന്റെ സഹോദരിയായ ഹാല ബീവിയോട് ഖദീജ ബീവിക്ക് കൊടുക്കുന്നത് പോലെ സംഭാവനകളും ഹദിയകളൊക്കെ പിൽക്കാലത്ത് തങ്ങൾ കൊടുത്തേക്കാറുണ്ടായിരുന്നു. ഹാല ബീവി ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എൻ്റെ ഖദീജന്റെ അതേ നടത്താണ്. സഹോദരിയുടെ നടത്തം കാണുമ്പോൾ, ഹാല എന്ന ഖദീജ ബീവിന്റെ സഹോദരിയാണ്, ഹാലത്ത് എന്ന പേര്. ഇങ്ങനെ വരുമ്പോ ആ ഹാല ബീവിയെ കണ്ടിട്ട് പറയും, ആ നടത്തം കാണുമ്പോൾ എൻ്റെ ഖദീജ ബീവിയെ ഓർമ്മ വരുന്നുണ്ട്. വല്ലാത്ത ഒരു സംഗതിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ
വല്ലാത്തൊരു ലോകമാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ എവിടെയും പറഞ്ഞെത്തിക്കാൻ പറ്റിയ സന്ദർഭമല്ല. ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ചരിത്രം നമ്മൾ വായിച്ചു പഠിക്കണം. മലയാളത്തിൽ വിരചിതമായ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങുക. പഴയ കാലത്തൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉപ്പമാരൊക്കെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴത്തിന് കുട്ടികൾക്ക് വേറെ കുറെ കഥകളാണ് ആവശ്യമുള്ളത്. നല്ല കഥകളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ നല്ല കഥകൾ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്താൽ അവരെ മനസ്സിൽ അത് അങ്ങനെ ഉണ്ടാകും, മായാതെ മറയാതെ. പിന്നെ അവർ ഭാവിയിൽ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ വായിക്കും, അത് നമ്മളുപ്പ പറഞ്ഞെന്ന കഥയാണല്ലോ, ഉമ്മ പറഞ്ഞെന്ന കഥയാണല്ലോ. അവർക്ക് നല്ലോണം ഓർമ്മ ഉണ്ടാകും. ഈ ഡിങ്കി ഡാങ്കി കഥകളൊന്നും അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, നല്ല നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒക്കെ ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനും പകർത്താനും ഉണ്ട്. അത്രയും സ്നേഹത്തിന്റെ കഥകൾ, ജീവിതത്തിന്റെ വിശുദ്ധിയുടെ കഥകൾ മഹദിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ധാരാളം പഠിക്കാനും പകർത്താനും അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.